നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിത ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് പേരുടെ ജീവൻ പൊലിഞ്ഞ വയനാട്ടിലേക്കുള്ള സന്ദർശനം മാറ്റി രാഹുൽ ഗാന്ധി. മുൻ വയനാട് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിക്കൊപ്പം സഹോദരി പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന വ്യക്തി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. ഇരുവരുടെയും സന്ദർശനം മാറ്റിയതായാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ തന്നെയാണ് താനും പ്രിയങ്കയും വയനാട്ടിലേക്ക് എത്തില്ല എന്ന് ട്വീറ്റിൽ അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ മോശമായത് കാരണം യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചുവെന്നാണ് ഇതിന്റെ കാരണമായി രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഉരുൾപൊട്ടലിലെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളെ കാണാനും സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും ഞാനും പ്രിയങ്കയും നാളെ വയനാട് സന്ദർശിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇടതടവില്ലാതെ പെയ്യുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാത്രി പുറത്തുവിട്ട ട്വീറ്റിലാണ് രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എത്രയും വേഗം ഞങ്ങൾക്ക് അവിടെ എത്തുമെന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ എല്ലാ സഹായവും നൽകുകയും ചെയ്യുന്നുണ്ടെന്നും ഈ വിഷമഘട്ടത്തിൽ മനസ്സ് വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു. എന്നാൽ നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടി മേപ്പാടിയിൽ എത്തുമെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരുന്നത്. തുടർന്ന് മേപ്പാടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ ഗാന്ധി സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ശേഷം വിംസ് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെയും അദ്ദേഹം കാണുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ തന്നെ ഇന്ന് കേരളത്തിലേക്കില്ല, വയനാട്ടിലേക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും നാളെയോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് വയനാട്ടിലെ ദുരിതഭൂമി സന്ദർശിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. കേരള ഹൌസിൽ താമസത്തിന് ശേഷം അദ്ദേഹം വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് പോകും. 2 ക്യാമ്പുകൾ സന്ദർശിക്കും. ശേഷം ആശുപത്രിയിലെ മറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. 7ഓളം മന്ത്രിമാർ ഇപ്പോൾ സ്ഥലത്തുണ്ട്, സംഭവ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പാങ്ങോട് നിന്നുള്ള 200 സേനാ അംഗങ്ങൾ ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ വീടിനുള്ളിനകത്ത്, അതായത് വീട് ഈ ചെളിയിൽ പൊതിഞ്ഞുപോയ സാഹചര്യത്തിൽ ഈ പൊതിഞ്ഞുപോയ മണ്ണിനടിയിൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 200-ലധികം പേരെ കാണാനില്ല എന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഏവരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്.